ചങ്ക് തുളഞ്ഞു കയറുന്ന ഒരു തരം ഗന്ധം ശ്വാസം മുട്ടലും നമുക്ക് അനുഭവപ്പെടും. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇത് നമുക്ക് ശരീരത്തിന് യോജിച്ച സാധനമല്ല, നമ്മളെ മരണത്തിലേക്ക് നയിക്കുന്ന രാസവാതകങ്ങളാണ്. എല്ലാവർക്കും നേർക്കാഴ്ചയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ അടുത്ത കാലത്തായിട്ട് വളരെയധികം പത്രമാധ്യമങ്ങളിലൂടെയും ദൃശ്യമാധ്യമങ്ങളിലൂടെയും കേട്ട വാർത്തയാണ് പെരിയാറിലെ മത്സ്യക്കുരുതിയെക്കുറിച്ചും അതിന് അടുത്ത പ്രദേശങ്ങളിലെ വ്യവസായശാലകളിൽ നിന്നും നദിയിലേക്ക് ഒഴുക്കിയ രാസമാലിന്യങ്ങളെക്കുറിച്ചുമൊക്കെ നമ്മൾ വളരെയധികം കേട്ടു. എന്നാൽ ഇവിടെ നടക്കുന്ന മനുഷ്യക്കുരുതിയെക്കുറിച്ച് ആരും പറയുന്നതായിട്ടും വാർത്തകളിലും കണ്ടില്ല. ഈ വ്യവസായശാലകളിൽ നിന്നും വരുന്ന രാസവാതകങ്ങളെക്കുറിച്ച് ആരെങ്കിലും പറയുന്നതായിട്ട് നിങ്ങൾ അറിഞ്ഞു? ഈ അടുത്ത കാലത്തായിട്ട് അതിനെക്കുറിച്ചൊന്നും പറയുന്നത് ആരും കേട്ടില്ല. വളരെയധികം നാളുകളായിട്ട് നമ്മളെല്ലാം ഇത് കാണുന്നുണ്ട്, ഇത് അനുഭവിച്ചറിയുന്നുമുണ്ട്. രാത്രി കാലങ്ങളിൽ ഒരു 12 മണിക്ക് ശേഷം കളമശ്ശേരി ഭാഗത്ത് നിന്ന് ആലുവ നെടുമ്പാശ്ശേരി ഭാഗത്തേക്ക് നമ്മൾ സഞ്ചരിക്കുകയാണെങ്കിൽ നമുക്കിതുപോലെ മൂടൽമഞ്ഞ് തിങ്ങിയ റോഡുകളിലൂടെ പോകുന്നത് പോലെ അനുഭവപ്പെടും. നിങ്ങൾ ഈ കാണുന്ന റോഡ് മൂന്നാറോ തേക്കടിയോ ഊട്ടിയോ കൊടൈക്കനാലോ അതുപോലുള്ള സ്ഥലങ്ങളിലല്ല. ഞാനിപ്പോൾ ആലുവ ഭാഗത്ത് നിന്ന് കളമശ്ശേരി ഭാഗത്തേക്ക് പോവുകയാണ്. ഏതാണ്ട് വെളുപ്പിന് 4 മണിയോടടുത്ത് കാണും. ഈ സമയത്തെ ദൃശ്യമാണ് ഈ കാണുന്നത്. ഏതാണ്ട് 12 മണി തുടങ്ങി ഈ രീതിയിലുള്ള റോഡുകളാണ് ഇവിടെ കാണാൻ കഴിയുക. ഇത് മൂടൽമഞ്ഞാണെന്ന് വിചാരിച്ച ആരും ആസ്വദിക്കാനായിട്ട് ഇങ്ങോട്ട് വരണ്ട. ഇതിനൊരു ഗന്ധവുമുണ്ട്. ചങ്ക് തുളഞ്ഞു കയറുന്ന ഒരു തരം ഗന്ധം ശ്വാസം മുട്ടലും നമുക്ക് അനുഭവപ്പെടും. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇത് നമുക്ക് ശരീരത്തിന് യോജിച്ച സാധനമല്ല, നമ്മളെ മരണത്തിലേക്ക് നയിക്കുന്ന രാസവാതകങ്ങളാണ്. ഏതാണ്ട് രാത്രി 12 മണിക്ക് ശേഷം തുടങ്ങുന്ന ഈ അനുഭവം ഇത് രാവിലെ സൂര്യൻ ഉദിക്കുന്നതോടുകൂടി അപ്രത്യക്ഷമാവുകയും ചെയ്യും. ആ സമയങ്ങളിലാണ് ഇവർ പുറത്തേക്ക് വിടുന്നത് എന്നാണ് എനിക്ക് കാണാൻ കഴിയുന്നത്. കാരണം രാത്രികാലങ്ങളിൽ സഞ്ചരിക്കുന്നവർക്ക് ഇത് അനുഭവപ്പെടുകയും ചെയ്യും. മഴക്കാലത്താണ് ഇത് കൂടുതലും അനുഭവപ്പെടാറ്. ഇതിനെക്കുറിച്ച് ആരും പറയുന്നതായിട്ട് കേട്ടിട്ടില്ല. മത്സ്യക്കുരുതിയെക്കുറിച്ച് നിരവധി വാർത്തകളും മറ്റും കൊടുക്കുന്നവർക്ക് ഇതെന്തേ കണ്ണിൽപ്പെടാതെ പോകുന്നത്? ഇതിനെതിരെ എന്തേ അധികാരികൾ ശബ്ദമുയർത്താത്തത്? ഇതിനെതിരെ എന്തേ മനുഷ്യസ്നേഹികളും പ്രകൃതി സ്നേഹികളെല്ലാം രംഗത്ത് വരാത്തത്? അതുമാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ. ഇതിനിയെങ്കിലും ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തില്ല എങ്കിൽ എറണാകുളം ജില്ലയിലെ പകുതിയോളം വരുന്ന ജനങ്ങളെങ്കിലും ഈ ദുരിത കാരണം ക്യാൻസർ രോഗങ്ങൾക്കും മറ്റ് ശ്വാസകോശ രോഗങ്ങൾക്കും അടിമയാകേണ്ടി വരുമെന്നത് നിശ്ചയമായ കാര്യമാണ്, 100% ഉറപ്പാണ്. ഉറങ്ങിക്കിടക്കുന്ന അധികാരികളും ജനങ്ങളും ഉണരണമെന്ന ആഗ്രഹമുള്ളവർ ഇത് പരമാവധി ഷെയർ ചെയ്യുക.